നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആഹ്ലാദ നിറവിലാണ് കോൺഗ്രസും UDFും. ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച സംഘടനാ സംവിധാനത്തിനു കൂടി അവകാശപ്പെട്ടതാണ് വിജയത്തിന്റെ ക്രെഡിറ്റ്. ഒറ്റക്കെട്ടായി നിന്നാൽ ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കാവുന്ന ദൂരത്താണെന്ന ആത്മവിശ്വാസം നേതൃത്വത്തിന് പകരുക കൂടിയാണ് നിലമ്പൂർ ഫലം. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് നടന്നു കയറാൻ നിലമ്പൂരും തൃക്കാക്കരയും പുതുപ്പള്ളിയും പാലക്കാടും മുഴക്കിയ വിജയനാദം മാത്രം അകമ്പടിയേകിയാൽ മതിയാകില്ല. എല്ലാ ജില്ലകളിലും ഐക്യത്തിൻ്റെയും കെട്ടുറപ്പിൻ്റെയും ഊടും പാവും നെയ്ത സംഘടനാ സംവിധാനം ഉണ്ടാകണം. ഇപ്പോൾ അതുണ്ടോ എന്ന് നേതൃത്വത്തിന് തന്നെ സംശയമുണ്ട്. തൃശ്ശൂരിലെ കോൺഗ്രസിൽ എന്താണ് നടക്കുന്നത്, അഥവാ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? സംഘടനാ പരിപാടികളെല്ലാം ചിട്ടയോടെ മുന്നോട്ട് പോകുന്നുവെന്ന് DCC നേതൃത്വം പറയുന്നു. പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ലെന്നാണ് ചിലരുടെ മുറുമുറുക്കൽ. ലീഡർ K കരുണാകരൻ്റെ തട്ടകം, കോൺഗ്രസിൻ്റെ പാരമ്പര്യ ശക്തി കേന്ദ്രം തുടങ്ങിയ ആനപ്പുറത്തഴമ്പിൻ്റെ കേട്ടു തഴമ്പിച്ച കഥകളും പറഞ്ഞിരുന്നപ്പോൾ കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോകാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ UDFന് കിട്ടിയ MLAമാരുടെ കണക്കെടുക്കാൻ ചെറുവിരലൊന്നുയർത്തിയാൽ മതി. 2016 അനിൽ അക്കര വടക്കാഞ്ചേരിയിൽ നിന്ന് കഷ്ടിച്ച് കര പറ്റിയെങ്കിൽ കഴിഞ്ഞ തവണ ചാലക്കുടിയിൽ നിന്ന് സനീഷ് കുമാർ ജോസഫും വിജയത്തിന്റെ പാലം കടന്നു. ഇതിനിടയിൽ TN പ്രതാപൻ നേടിയ മിന്നും ജയത്തിന്റെ തിളക്കം മാത്രമാണ് മതിമറന്നാഘോഷിക്കാൻ പ്രവർത്തകർക്ക് വക നൽകിയത്. പക്ഷേ എടുക്കാൻ പറ്റാത്തത്ര കനമൊന്നും തൃശ്ശൂരിനില്ലെന്ന് പ്രഖ്യാപിച്ച് ആക്ഷൻ ഹീറോയ്ക്ക് വോട്ടർമാർ ഡൽഹിക്ക് ടിക്കറ്റ് എടുത്തു നൽകിയപ്പോൾ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് തിരക്കഥയിലെ നായകനാര് വില്ലനാര് എന്നറിയാതെ പ്രവർത്തകർ അന്തം വിട്ടു. 3ാം സ്ഥാനത്ത് മൂക്കറ്റം നാണക്കേടിൽ മുങ്ങിയ പരാജയമാണല്ലോ K മുരളീധരൻ ഏറ്റുവാങ്ങിയത്. തെരഞ്ഞെടുപ്പ് കാലത്ത് നാട്ടിലിറങ്ങി പണിയെടുക്കാത്ത നേതാക്കൾ DCC ഓഫീസിൽ കായിക അഭ്യാസം നടത്തി വിയർപ്പൊഴുക്കി ക്ഷീണിച്ചപ്പോൾ യഥാർത്ഥത്തിൽ തളർന്നത് കോൺഗ്രസ് തന്നെയായിരുന്നു. ജില്ലയിലെ പാർട്ടിയിൽ രോഗം ഗുരുതരമാണെന്ന് രാഷ്ട്രീയ സ്കാനിങ്ങിൽ മനസ്സിലാക്കിയ KPCC നേതൃത്വം വിദഗ്ധരെ ചികിത്സയ്ക്ക് നിയോഗിച്ചു. KC ജോസഫും സംഘവുമാണ് പരിശോധന നടത്തി ചികിത്സാവിധികൾ നിർദ്ദേശിച്ചത്. സാധാരണ തൊലിപ്പുറത്തെ ചികിത്സയാണ് കോൺഗ്രസിൽ പതിവ്, അല്ലെങ്കിൽ ഒറ്റമൂലി ഒടിപ്രയോഗങ്ങളും പരീക്ഷിക്കും. ഇത്തരം വിദ്യകളിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ളവർക്ക് പാർട്ടിയിൽ പഞ്ഞമില്ല. തൃശ്ശൂരിൽ പക്ഷേ ചെറിയ ശസ്ത്രക്രിയ വേണ്ടിവന്നു. DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ജോസ് വള്ളൂരിനെയും UDF ജില്ലാ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് MP വിൻസെന്റിനെയും നീക്കി. പകരം ചുമതല പാലക്കാട് MP VK ശ്രീകണ്ഠനും നൽകി. സ്ഥിരം നാഥനില്ലാതെ DCC തുടർന്നിട്ടും KPCCക്കും AICCക്കും അനക്കമില്ല. ഇതിനിടയിൽ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് വന്നു. എന്നിട്ടും പുതിയ DCC പ്രസിഡന്റ് വന്നില്ല. K രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം കുറച്ചെങ്കിലും UR പ്രദീപിനെ നിയമസഭയിലേക്ക് അയക്കുന്നതിൽ കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിന്റെ പോരായ്മകളും കാരണമായി. ഒടുവിൽ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ കാത്തിരുന്ന് തീരുമാനമെത്തി. DCC പ്രസിഡന്റായി ജോസഫ് ടാജറ്റിനെയും UDF ജില്ലാ ചെയർമാനായി TV ചന്ദ്രമോഹനെയും നിയമിച്ചു. ടാജറ്റ് വന്നതോടെ ചിലരുടെ ടാർജറ്റ് അങ്ങോട്ടായി. പോഷക സംഘടനകളുടെ പേരിൽ സമാന്തര പ്രവർത്തനങ്ങളിലൂടെ പാർട്ടിയെ പരിപോഷിപ്പിക്കാൻ ചിലർ, രഹസ്യയോഗം ചേർന്ന് യുദ്ധതന്ത്രങ്ങൾ ഒരുക്കി മറ്റു ചിലർ. എല്ലാം കോൺഗ്രസിന് വേണ്ടിയാണല്ലോ എന്നോർക്കുമ്പോൾ അണികൾക്കൊരു സമാധാനം. കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കരുത് എന്ന് മാത്രമാണ് അവരുടെ അഭ്യർത്ഥന. അങ്ങനെ ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചരിത്രത്തിൽ ആദ്യമായി CPMന് അടിയറ വെച്ചു. യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വോട്ടുകൾ മറിഞ്ഞു അഥവാ മറിച്ചു. കൊണ്ടും കൊടുത്തുമുള്ള ഗ്രൂപ്പ് യുദ്ധങ്ങൾക്ക് വെടിനിർത്തലായില്ലെന്ന സൂചനയായി ഈ തെരഞ്ഞെടുപ്പ്. പ്രാദേശിക നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടിയെടുത്ത് മുന്നോട്ട് പോവുകയാണ് DCC നേതൃത്വം. ഗുരുവായൂർ അർബൻ ബാങ്കിൽ A ഗ്രൂപ്പുകാരനായ ചെയർമാനെ പുറത്താക്കാൻ I ഗ്രൂപ്പും മുസ്ലിം ലീഗുമാണ് ഒന്നിച്ചത്. കൊരട്ടിയിലെ പ്രശ്നങ്ങൾ കയ്യാങ്കളിയിലും നേതാക്കളെ തടഞ്ഞു വയ്ക്കുന്നതിലുമെത്തി. തൃശ്ശൂർ പിടിച്ചാലേ കേരളം പിടിക്കാനാകൂ എന്ന് ബോധ്യമുള്ള നേതൃത്വം കാര്യങ്ങൾ ഗൗരവമായി തന്നെ എടുത്തിട്ടുണ്ട്. അടുത്തു തന്നെ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ജില്ലയിലെത്തി ചില പരിഹാര ക്രിയകൾ നിർദ്ദേശിക്കുമെന്നാണ് സൂചന. എന്തായാലും കാലത്തിന്റെ ചുവരെഴുത്ത് വായിക്കാതെ കാലാഹരണപ്പെട്ട ഗ്രൂപ്പ് തന്ത്രങ്ങളുമായി കാലം കഴിക്കാനാണ് ചില നേതാക്കളുടെ ശ്രമമെങ്കിൽ അതിന് ജില്ലയിലെ കോൺഗ്രസ് വലിയ വില നൽകേണ്ടി വരുമെന്നുറപ്പാണ്.